കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ ആകില്ല ഇത്തവണത്തേത് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷനായി കരുത്ത് തെളിയിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെയും രാഷ്ട്രീയ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ചിരിക്കുന്നത്. UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുക. കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ തന്ത്രവും ഇതുതന്നെയായിരുന്നു. കഴിഞ്ഞ തവണ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിനിറങ്ങിയപ്പോൾ UPയിൽ കോൺഗ്രസ് വലിയ ആവേശത്തിലായിരുന്നു. ഇത്തവണ പാർട്ടി ചുമതലയുമായി പ്രിയങ്ക എത്തുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷകളേറെയാണ്. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ ഇത്തവണ പ്രിയങ്ക മത്സരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സോണിയാഗാന്ധി പിന്മാറി പ്രിയങ്കയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ സോണിയാഗാന്ധി തിരഞ്ഞെടുത്തത് റായ്ബറേലിയായിരുന്നു. 1999 മുതൽ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതും സോണിയാഗാന്ധി തന്നെ. ഇത്തവണ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്നും മത്സരിക്കുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മറ്റൊരു അധ്യായമാകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.